കയ്യാഞ്ച് സംഭവം വർക്കിംഗ് ആണ് ഗൈസ്. ഹായ് ഓൾ, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ കുഞ്ഞു മക്കളുടെ കയ്യിൽ മൈലാഞ്ചി ഇടാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണല്ലേ. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അതിന് പറ്റിയൊരു സൊല്യൂഷൻ. വേറെ ഒന്നല്ല, പപ്പടമാണ്. അപ്പോൾ ഈ ഒരു പപ്പടം യൂസ് ചെയ്തിട്ട് നമ്മളിതൊരു സ്റ്റെൻസിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കാശ് മുടക്കൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സംഭവം വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെൻസിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ ഇതിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈപ്പത്തിയുടെ ഏകദേശം ഒരു സൈസിനനുസരിച്ചിട്ട് ഒരു സ്ക്വയർ ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഷാർപ്പായിട്ടുള്ള ഇതുപോലത്തെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പോൾ വാങ്ങിച്ചൊരു കട്ടറാണ്. നല്ല ഷാർപ്പായിട്ടുള്ളൊരു കട്ടറാട്ടോ. അത്യാവശ്യം കാർഡ്ബോർഡ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ സാവധാനത്തിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്തത്. ഇന്ന് രാവിലെ ആയിട്ടോ ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ട് മോളുടെ കയ്യിലിട്ട് കൊടുക്കുന്നത്. രാത്രി മൊത്തം അവൾ അലമ്പായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എണീറ്റതിന് ശേഷം അവൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ആ ഒരു ടൈമിലാണ് ഞാൻ വേഗം ഒരു പപ്പടം എടുത്തിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയത്. സംഭവം വർക്കിംഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു വയസ്സിന് മുകളിൽ, അതായത് ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സിനൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരോട് പറഞ്ഞാൽ കൈ അനക്കരുതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെൻസിലും കൊണ്ട് വരച്ചതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ CD മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷാർപ്പായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് പിന്നുള്ള ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിലൊരു റൗണ്ട് ഷേപ്പും പിന്നെ ചുറ്റിനും നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു റെയിൻ ഡ്രോപ്സിൻ്റെ ഷേപ്പാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെൻസിൽ ഡിസൈനാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പപ്പടം ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു മയത്തിൽ വേണം നമ്മളിത് വരച്ചു കൊടുക്കാനും കട്ട് ചെയ്യാനൊക്കെ. ഒരുപാട് സ്പീഡിലൊന്നും ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്പീഡിലാണ് ചെയ്തത്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഒട്ടും കട്ടായി പോവേ ഒന്നും ചെയ്തില്ല കേട്ടോ. നല്ല കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റെൻസിലൂടെ റെഡി ആയിട്ടുണ്ട്. പണ്ട് എൻ്റെ ഉപ്പിച്ച് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെയുള്ള വൈറ്റ് കളറിലുള്ള സ്റ്റെൻസിൽ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അതൊന്നും നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ലായിരുന്നു ഈ ഒരു സംഭവങ്ങളൊന്നും. ഇപ്പോൾ സ്റ്റെൻസിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അന്ന് ഗൾഫിൽ നിന്ന് കാര്യങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുവരാം കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു കാര്യമായിട്ട് ഓർമ്മ വന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളുടെ കയ്യിൽ ഒരിക്കലും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ട്യൂബ് മൈലാഞ്ചി ഒന്നും യൂസ് ചെയ്യരുത്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇല മൈലാഞ്ചി ഉണ്ടല്ലോ, അത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പപ്പടത്തിൻ്റെ ആ ഒരു സ്റ്റെൻസിലിൽ കുറച്ച് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്റ്റിക്കി ഫീൽ ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മൈലാഞ്ചി നല്ല കട്ടിക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആശാത്തി നല്ല ഉറക്കത്തിലാണ്, രാത്രി ഉറക്കമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഉറക്കക്ഷീണം കൊണ്ടാണ് കുറച്ച് നേരമെങ്കിലും പകൽ ഉറങ്ങണത്. കൂടി വന്ന ഒരു അരമണിക്കൂർ, അതിൽ കൂടുതലൊന്നും നമ്മൾ ഉറങ്ങൂല. അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റിലാവാതിരിക്കാനായിട്ട് എക്സ്ട്രാ ഒരു തുണിയൊക്കെ കൈയുടെ അടിയിൽ വച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണാവോ കൈ മാറ്റിയപ്പോൾ എണീറ്റിട്ടൊന്നും ഉണ്ടായില്ല. കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിത് സംഭവം വർക്കിംഗ് ആണെന്ന് പറയണമല്ലോ. കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ദേ പപ്പടമൊക്കെ ചുരുട്ടി കീറി കൈ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് വച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൈഡിലേക്ക് അല്ലാതെ തന്നെ കുറച്ച് ചോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു സംഭവം എന്തായാലും വർക്കിംഗ് ആണ്. ചെറിയ കുട്ടികളാകുമ്പോൾ എന്താണെങ്കിലും ഉറക്കത്തിൽ കൈയൊക്കെ ചുരുട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2-3 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇത് അടിപൊളിയായിട്ട് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബായ്, എല്ലാവർക്കും ഈദ് മുബാറക്. താങ്ക്സ് ഫോർ വാച്ചിങ്.